പാകിസ്ഥാൻ പിടികൂടിയ BSF ജവാനെ മോചിപ്പിച്ചു. പൂർണ്ണം കുമാർ ഷായെ ഇന്ത്യയിലെത്തിച്ചത് അട്ടാരി അതിർത്തി വഴി. ഇന്ത്യ പിടികൂടിയ പാക് റേഞ്ചറെയും വിട്ടയച്ചു. ഡ്രോണുകളെ പ്രതിരോധിക്കാൻ പുതിയ സംവിധാനം. ഭാർഗവാസ്ത്ര വിജയകരമായി വികസിപ്പിച്ച് ഇന്ത്യ. സിന്ധു നദീജല കരാറിൽ ഇന്ത്യക്ക് കത്തെഴുതി പാകിസ്ഥാൻ. കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യം. നദീജല കരാർ ലംഘിക്കുന്നത് പ്രശ്നം വഷളാക്കുമെന്ന് കത്തിൽ. പാകിസ്ഥാനെ പിന്തുണച്ച തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള യാത്രകൾ വൻതോതിൽ റദ്ദാക്കി ഇന്ത്യൻ വിനോദസഞ്ചാരികൾ. വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ ബെയ്ലിൻ ദാസിനെ വിലക്കി ബാർ കൗൺസിൽ. പോലീസ് നീക്കം തടഞ്ഞ ബാർ അസോസിയേഷനെ വിമർശിച്ച് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി. അഭിഭാഷകയെ സന്ദർശിച്ച മന്ത്രി പി രാജീവ്. സീനിയർ അഭിഭാഷകൻ ബെയ്ലിൻ ദാസിനെ കണ്ടെത്താനാകാതെ പോലീസ്. തെരുവ് നായ്ക്കളുടെ ആക്രമണം തുടർക്കഥയാകുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ ആകെയുള്ളത് ഒരു വന്ധീകരണ കേന്ദ്രം മാത്രം. നായകളെ പാർപ്പിക്കാനുള്ളതും ഏക ABC സെന്റർ. കോന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ കേസിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ KU ജനീഷ് കുമാർ MLA ബലമായി മോചിപ്പിച്ചു. MLA ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്ന് ഭീഷണി.